ഹായ്, അൻസ ഗൈഡൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻസ ഗൈഡൻസ് നൽകുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സുകളെ പറ്റിയിട്ടാണ്. ഈ കോഴ്സിൻ്റെ പേര് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് എന്നാണ്. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ഓഫീസിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഓഫീസ് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഒക്കെ റൺ ചെയ്യണം, ഓഫീസിൻ്റെ ഫിസിക്കൽ ഫേസ് അല്ലെങ്കിൽ ഓഫീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡ്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, ഫിനാൻസസ് എങ്ങനെയാണ്, ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ് സെയിൽസ് സപ്പോർട്ട് എങ്ങനെ ചെയ്യണം. ഓരോ ഓഫീസുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്കിലും കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഓഫീസ് ഓപ്പറേഷൻസ് ഉണ്ട്, റെക്കോർഡ് കീപ്പിംഗ് ഉണ്ട്, ഫിനാൻസ് മാനേജ്മെൻ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം, സ്കെഡ്യൂളിംഗ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, കസ്റ്റമർ കെയർ ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻ്റ് ഉണ്ട്, ബാക്ക് ഓഫീസ് മാനേജ്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഓഫീസിലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ, കോർഡിനേറ്റർ, PRO ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കിൽസ് വേണം അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, ഡാറ്റ എൻട്രി സ്കിൽസ് വേണം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ അത്യാവശ്യമാണ്, കസ്റ്റമർ സർവീസ് സ്കിൽസ് വേണം, ബേസിക് ബുക്ക് കീപ്പിംഗ് സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് വേണം, മൾട്ടി ടാസ്കിങ് എബിലിറ്റി, ഇതൊക്കെ നമുക്ക് ഇതിൽ വേണം. ഇതിനൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രി ലെവൽ പൊസിഷനിലേക്ക് ഏതൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് പോകാം, ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേണമെങ്കിൽ പോകാം, ഫ്രണ്ട് ഓഫീസിൽ പോകാം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആകാം, ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാം, ഡോക്യുമെന്റ് കൺട്രോളർ, ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാം, മെയിൽ റൂമിൽ വേണേൽ വർക്ക് ചെയ്യാം, HR അസിസ്റ്റൻ്റ് ആകാം, ടെലിമാർക്കറ്റിംഗ്, BPO അല്ലെങ്കിൽ ടെലി കൗൺസിലിങ്ങിലൊക്കെ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ടൊരു കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല പൊസിഷനിലേക്ക്, മാനേജർ പൊസിഷനിലേക്കൊക്കെ നമുക്ക് പോകാം. 2-3 വർഷം കഴിയുമ്പോഴാണ് ഓഫീസ് മാനേജർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ, ഓപ്പറേഷൻ മാനേജർക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം ഒരു എൻട്രി ലെവലിൽ നമുക്ക് ചെറിയ ജോലിയാണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് മറ്റു ജോലിയിലേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റും. ഇതിൻ്റെ വേക്കൻസിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഓഫീസിലും ഈ അഡ്മിൻ സ്റ്റാഫിൻ്റെ വേക്കൻസികളുണ്ട്. അത് ചെറിയ ഓഫീസ് മുതൽ ഏറ്റവും വലിയ ഓഫീസ് വരെ ഈ ഒരു വേക്കൻസി ഇല്ലാത്തൊരു ഓഫീസ് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഒരു ജോലി നമുക്ക് ഉറപ്പായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഉറപ്പായിട്ട് നമ്മൾ സ്കില്ല് ഡെവലപ്ഡ് ആണെങ്കിൽ നമ്മുടെ ജോലി ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിന് വേണ്ട ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഓഫീസ് എങ്ങനെ മാനേജ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ആണ് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു 6 മാസത്തെ പ്രോഗ്രാമാണ്. ഓൺലൈൻ മോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിലും മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് രാത്രി 8 മുതൽ 9 വരെ എല്ലാ മൺഡേയ്സും വെനസ്ഡേയ്സുമാണ് നമ്മുടെ ക്ലാസ്. ഇത് 8 മുതൽ 9 വരെ ക്ലാസ് ആണെങ്കിലും ബാക്കിയുള്ള സമയം നമ്മൾ ഡൗട്ട് സെഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞിട്ടുള്ള സമയം നമ്മളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു 25,000 റുപ്പീസൊക്കെ ഫീസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിലൊക്കെ വളരെ കുറച്ചാണ് ഈ കോഴ്സിന് നമ്മൾ ഫീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് അവസാനം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം എത്രയാണ് ഫീസ് എന്നുള്ളത് പറയുന്നതായിരിക്കും. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഒപ്പം ജോലി കിട്ടാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറണം, എവിടെ ഇരിക്കണം, എങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, നമ്മളുടെ ഗ്രൂമിങ് എങ്ങനെയായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയായിരിക്കണം, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂ ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധാരണ ഇതിൻ്റെ ഫീസ് വരാറുള്ളത് 20,000 റുപ്പീസാണ് നമ്മൾ ഇതിനു വേണ്ടി ചാർജ് ചെയ്യാറുള്ളത്. ഇതൊരു ബോണസ് ആയിട്ട് ഈ കോഴ്സിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ രീതിയാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനൊക്കെ വളരെ വാല്യൂ ഉള്ള ഒരു സമയമാണിപ്പോൾ. പണ്ട് പത്രങ്ങളിലൂടെയൊക്കെ ആയിരുന്നു മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. ഇപ്പം അത് മാറി സോഷ്യൽ മീഡിയയിലൂടെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഒപ്പം നമ്മൾ ഇൻ്റർവ്യൂ ട്രെയിനിങ് കോഴ്സ് കൂടാതെ ബേസിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ബ്രോഷർ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യണം, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടത്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, യൂട്യൂബ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് കൂടാതെ വെബ്സൈറ്റ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള
ബേസിക് ക്ലാസ്സുകൾ നമ്മളിതിനൊപ്പം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വേഡ് പ്രൈസുള്ള എങ്ങനെയാണ്, ഒരു വേഡ് പ്രസ് എന്ന് പറഞ്ഞൊരു ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ട്രെയിനിങ് കൂടി നമ്മളിതിനൊപ്പം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൻ്റെ കോഴ്സ് സാധാരണ രീതിയിൽ 20,000 റുപ്പീസാണ് ചാർജ് ചെയ്യാറുള്ളത്. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഏത് സർട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് NSDCയുടെ സർട്ടിഫിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന സർട്ടിഫിക്കേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലുള്ള NSDC, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനമാണ് NSDC നൽകുന്ന സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ പുറത്തേക്കൊക്കെ ജോലി നോക്കുകയാണെങ്കിൽ, വിദേശത്തേക്ക് ജോലി നോക്കുകയാണെങ്കിൽ അറ്റസ്റ്റേഷൻ എല്ലാ എംബസികളും അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്കവാറും എംബസികളെല്ലാം തന്നെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ വെരിഫിക്കേഷൻ അവൈലബിൾ ആണ്. എല്ലായിടത്തും വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കേഷനാണ് ഈ NSDC സർട്ടിഫിക്കേഷൻ. ഇതിനിപ്പോൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഒപ്പം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 1 month മെൻറ്ററിങ് പ്രോഗ്രാം ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ മെൻറ്ററിങ്ങിന് നമ്മൾ 15,000 റുപ്പീസെങ്കിലും വർത്ത് ഉള്ള ഒരു പ്രോഗ്രാം ഇതിൻ്റെ ഒപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് നമ്മൾ ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, ജോബിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ മെൻറ്ററിങ് പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് 6 മാസം കോഴ്സ് കഴിഞ്ഞാൽ 1 month ആണ് നമ്മൾ ഈ മെൻറ്ററിങ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം അബ്സല്യൂട്ട്ലി ഫ്രീ ഈ 15,000 രൂപയുടെ ഈ ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നമ്മൾ ഇതിനൊപ്പം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്ട് 25,000 രൂപ ഫീസ് വരുന്നുണ്ട്. ഇൻ്റർവ്യൂ ട്രെയിനിങ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ അതിനൊരു 20,000 റുപ്പീസോളം ഫീസ് വരുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കുവാണെങ്കിൽ വെബ്സൈറ്റ്, അതുപോലെ ChatGPT, ഡിസൈനിങ്, ഫേസ്ബുക്ക് മാർക്കറ്റ്, ഇതൊക്കെ പഠിക്കണം. എങ്ങനെ വന്നാലും ഒരു 20,000 റുപ്പീസ് അതിന് ചാർജ് വരുന്നുണ്ട്. വെൻഡറിങ് ആണെങ്കിൽ തന്നെ ഒരു 15,000 റുപ്പീസോളം നമുക്കതിന് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഏതാണ്ട് 60,000 രൂപയോളം നമ്മളുടെ ഈ കോഴ്സിന് വാല്യൂ വരുന്ന ഒരു കോഴ്സാണ്. ഈ 3 ബോണസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 60,000 രൂപയോളം വാല്യൂ വരുന്ന ഒരു കോഴ്സ് നമ്മളൊരു ഡിസ്കൗണ്ടഡ് ഫീസായിട്ട് 9,999 രൂപയ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ഇതിൽ സർട്ടിഫിക്കേഷൻ ഇൻക്ലൂഡഡ് ആണ്, 6 മാസത്തെ ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആണ്. ഇതിനിപ്പോൾ കുറച്ച് ബോണസ് നമ്മൾ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ 1 month മെൻറ്ററിങ്, പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള മെൻറ്ററിങ് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 9,999 രൂപ ഒരുമിച്ച് അടയ്ക്കേണ്ട. രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസും കൂടി 2,999 രൂപ ആദ്യം അടയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഫീസ് 7,000 രൂപയുണ്ട്. അത് 5 മാസം കൊണ്ട് 1,500 രൂപ വെച്ച് അടച്ചു തീർത്താൽ മതി. അപ്പോൾ ഏറ്റവും ഫീസ് കുറഞ്ഞ രീതിയിലാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഈ GPay നമ്പറിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ പൈസ റെമിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരേണ്ടതാണ്. ഇനി അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 16 തിങ്കളാഴ്ചയാണ്. ജൂൺ 8 ശേഷം ഈ കോഴ്സിൻ്റെ ഫീസ് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ 9,999 റുപ്പീസ് ഈ കോഴ്സിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ 8 ശേഷം നമ്മൾ ഈ ഫീസ് വീണ്ടും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. ഇത് ഈ 3 കോഴ്സുകളും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓഫർ കോഴ്സായിട്ട് ഇതിനെ കണക്കാക്കി താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് 100 സംശയങ്ങൾ ചിലപ്പോൾ വന്നേക്കാം മനസ്സിൽ. അപ്പോൾ 1-2 സംശയങ്ങൾ ഞാൻ ഇതിലൂടെ പറയുകയാണ്, ക്ലിയർ ചെയ്യുകയാണ്. സാധാരണ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാറുള്ള പല സംശയങ്ങളുമാണ്. ഈ ഓൺലൈൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണോ? ശരിക്കും ഓൺലൈൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവാണ്. കാരണം നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസുകളൊക്കെ വരാം. ഓൺലൈനായിട്ട് നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ
നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ള കൂടുതൽ സാധ്യത നമുക്കുണ്ട്. കാരണം നമ്മളൊന്നല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഡിവൈസിലായിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ മൊബൈലിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിലായിരിക്കും. അപ്പോൾ രണ്ടും നമ്മുടെ ഫ്രണ്ടിലായിരിക്കും. പിന്നെ നമ്മൾ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുന്ന കാരണം നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് പോവില്ല. അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ്. പിന്നീടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ ക്ലാസ് മിസ്സായി എനിക്ക് കയറാൻ പറ്റിയില്ല ഏതെങ്കിലും ഒരു ദിവസം, എന്ത് സംഭവിക്കും? ഞാനെങ്ങനെ അത് പിന്നീട് നിങ്ങൾ ആ ക്ലാസ് തരുമോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏതെങ്കിലും രീതിയിൽ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ അവൈലബിൾ ആക്കും. ഈ എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡിങ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് 6 മാസം വരെ ഈ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഗ്രൂമിങ് ഞങ്ങൾ അസസ് ചെയ്ത് എങ്ങനെയാണ് ജോലി നോക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളും ജോബ് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ജോബ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 5 മുതൽ 10 ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 5 മുതൽ 10 വരെ ഇൻ്റർവ്യൂസ് ഓരോരുത്തർക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. NSDC സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി ഉള്ളതാണോ? NSDC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അത് ഗവൺമെൻറ് നേരിട്ട് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കേഷനാണ്. അത് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ്. എല്ലായിടത്തും എടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ അത് എല്ലായിടത്തും എടുക്കും. അപ്പോൾ ഒരു വിദേശത്ത് പോകാനാണെങ്കിൽ കൂടി അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ എംബസികളും തയ്യാറാവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക? 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് എക്സാമിനേഷൻസ് ഉണ്ടാകും. ഈ എക്സാമിനേഷൻസ് പാസ്സായി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. എക്സാമിനേഷൻസ് 1 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ, ചിലപ്പോൾ 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ എക്സാമിനേഷൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. എങ്ങനെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്? എക്സാംസ് സാധാരണ രീതിയിൽ നേരിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അസൈൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തരുന്നതായിരിക്കും. എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ്, സാധ്യതാ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ തരുന്നതായിരിക്കും. പാസ്സാവും, നിങ്ങളെല്ലാവരും പാസ്സാവും. പിന്നെ എന്താണ് മെൻറ്ററിങ്? മെൻറ്ററിങ് എന്ന് ഞാൻ പറഞ്ഞു, 1 മാസത്തേക്ക് നമുക്ക് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസുകളാണ് ഈ മെൻറ്ററിങ്ങിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലൂടെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നേരിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവരതിന് വേണ്ട ട്രെയിനിങ് സപ്പോർട്ട് നമുക്ക് തരുന്നതായിരിക്കും. ക്യാൻ ഐ ഗെറ്റ് അഡീഷണൽ സർട്ടിഫിക്കറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ സർട്ടിഫിക്കറ്റ് മറ്റേതെങ്കിലും കോഴ്സിൽ ഇതിനുമായിട്ട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നമുക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ എക്സാമിനേഷൻ ഫീസ് അടച്ച് കഴിഞ്ഞ് നമുക്ക് അഡീഷണൽ സർട്ടിഫിക്കറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലേ, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അസൈൻമെൻറ്റ്സ് ഉറപ്പായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കേഷനെ ബാധിക്കുന്നതുകൊണ്ട് അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ദിവസവും ഹോംവർക്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഹോം അസൈൻമെൻറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സും നമ്മൾ ഇതിനൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊരു കംപ്ലീഷൻ, ഈ ഒരു സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് മനസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ കോർഡിനേറ്ററായിട്ട് നേരിട്ട് ചോദിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.